ആരംഭിക്കില്ല. ഡി സുരേഷ് കുമാർ, ഇപ്പോ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് ശബരിമലയിൽ നടന്ന തട്ടിപ്പിന് സർക്കാരിന്റെ ഒത്താശ ഉണ്ട് എന്നാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴും പറയുന്നു ഇത് പരിശോധിക്കണം, ചില അവതാരങ്ങളാണ് എന്നൊക്കെ. അങ്ങനെ പറഞ്ഞൊഴിയാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും കഴിയുമോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ തുടക്കത്തിൽ തന്നെ സർക്കാരിനെയും അതുപോലെ തന്നെ സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് കള്ളപ്രചാരവേല സംഘടിപ്പിക്കുന്നതിന് പ്രതിപക്ഷ നേതാവ് തന്നെ മുന്നിട്ടിറങ്ങുന്നത് ദൌർഭാഗ്യകരമായിട്ടുള്ള ഒരു വസ്തുതയായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കണക്കിലെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളവർ. ഏത് പ്രവർത്തനമുണ്ടായാലും ആ പ്രവർത്തനത്തിന്റെ ഒരറ്റത്ത് നിന്നുകൊണ്ട് സർക്കാർ രാജിവെക്കുക, കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നത് ഏത് അർദ്ധരാത്രിയിൽ വിളിച്ചുണർത്തിയാലും അങ്ങനെ പറയുന്ന പതിവ് ശൈലിയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തെ സ്വയം അപഹാസ്യനാക്കുന്നു എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ സമീപനത്തെ താങ്കൾ അവഹേളിക്കുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇന്നും ഇന്നലെയും എല്ലാം ആവർത്തിച്ച് ചോദിച്ച ഒരു കാര്യമുണ്ട് ശ്രീ സുരേഷ് കുമാർ. അത് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? അയാൾക്ക് എങ്ങനെയാണ് ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളുടെ ചുമതല കൊടുത്തത്? എന്താണ് ഇയാളുടെ പശ്ചാത്തലം? അതിന് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടത് ദേവസ്വം മന്ത്രി ആയിരുന്ന ആളും ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന ആളും സർക്കാരും ഒക്കെ തന്നെയല്ലേ. അതിന് മറുപടി ഉണ്ടോ? നോക്കൂ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം എത്ര തരംതാണാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചരിത്രത്തിൽ ഒരാൾ പോലും സർക്കാരിന്റെ മുഖത്ത് നോക്കി അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയവരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? ഇയാൾ എങ്ങനെയാണ് ശബരിമലയിലെ ഇത്തരം ജോലികളുടെ ചുമതലക്കാരനായി മാറിയത്? എന്ത് മാനദണ്ഡത്തിലാണ് ഇയാളെ തിരഞ്ഞെടുത്തത് എന്നുള്ളതിന് മറുപടി എന്താണ്? അല്ല, അതിന് ഞാൻ മറുപടി പറയാം. അക്കാര്യത്തിൽ ഈ നിലവാരം കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളിൽ ആങ്കർക്ക് പോലും വ്യത്യസ്ത അഭിപ്രായം ഇല്ല എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇത് ജനാധിപത്യത്തിന്റെ എനിക്ക് അഭിപ്രായമില്ല. ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? അയാൾ എവിടെ നിന്ന് വന്നു? എന്താണ് അയാളുടെ പശ്ചാത്തലം? അതിന് മറുപടി പറയാൻ പറ്റാതെ പ്രതിപക്ഷ നേതാവിന്റെ സംസ്കാരത്തെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവാരത്തെയും കുറിച്ചാണോ ചർച്ച ചെയ്യേണ്ടത് ശ്രീ സുരേഷ് കുമാർ? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. അല്ല നിഷ, ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവരാണ് ആഗോള സംഗമം നടത്തുന്നത് എന്ന അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ പൂർണ്ണമായും? ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് താങ്കൾക്കോ CPM-ന് ഉറപ്പുണ്ടോ? അല്ല, ഈ സർക്കാരാണ് അടിച്ചു മാറ്റിയത് എന്ന പൂർണ്ണ നിഗമനത്തിലേക്കാണോ മനോരമയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല ശ്രീ സുരേഷ് കുമാർ. കാരണം ദേവസ്വം വകുപ്പ് സർക്കാരിന്റെ കീഴിൽ രൂപീകരിച്ചിരിക്കുന്നത്, അതിനൊരു മന്ത്രിയും ബോർഡ് പ്രസിഡന്റും എല്ലാം ഉള്ളത്. ദേവസ്വത്തിന്റെ സ്വത്ത്, ദേവന്റെ സ്വത്ത് സൂക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവിടെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിഷ, ഉത്തരവാദിത്വം എന്ന വാക്ക് വളരെ പ്രസക്തിയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പൊതു മനസാക്ഷിയോട് പറഞ്ഞത് ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ്. അതിൽ സത്യമല്ലേ? ഞാൻ ചോദിച്ചത്, ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ആ അഭിപ്രായത്തോട് മനോരമയുടെ പ്ലാറ്റ്ഫോം യോജിക്കുന്നുണ്ടോ? അല്ല, അവിടെ ഉരുണ്ട് കളിക്കലല്ല, ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു വെരി സിമ്പിൾ. അതായത് കേരളത്തിലെ സർക്കാരിനോ CPM-ഓ വളരെ ഉച്ചസ്ഥരം ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയാം, ഞങ്ങളെ ഇരുട്ടിൽ നിർത്താനോ ഇതിലെവിടെയെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്താനോ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാം. പിന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ആ രീതിയെ സംബന്ധിച്ച് സർക്കാരിന് ഉറപ്പുണ്ടോ ശ്രീ സുരേഷ് കുമാർ? ദൈവമേ,
ഇയാളെന്തിന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ? അല്ലല്ല, ആ അന്വേഷണം നടക്കുന്നുണ്ട്. ജസ്റ്റിസ് KT ശങ്കരൻ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ അതിനു മുൻപ് മുൻവിധിയിൽ എത്തിച്ചേർന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിലെ മാധ്യമം ഞാൻ പറഞ്ഞു എനിക്ക് മറുപടിയുണ്ട്. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചിട്ടില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന പൂർണ്ണ രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തെ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നിഷ്പക്ഷതയിൽ വലിയ പക്ഷപാതിത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ആ പക്ഷപാതിത്വം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഉറപ്പുണ്ടോ ശ്രീ സുരേഷ് കുമാർ? താങ്കൾക്ക് ഉറപ്പുണ്ടോ? അല്ല, അത് മറ്റൊരു കാര്യമാണ്. നമ്മളിവിടെ ചർച്ച തുടങ്ങിയത് അത് മറ്റൊരു കാര്യമാണ്. എന്തോ എങ്ങനെ നമ്മളിവിടെ ചർച്ച തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിലാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ പറഞ്ഞത് ശരിയായില്ല. ശബരിമല അയ്യപ്പന്റെ ഒരു തരി പൊന്ന് മോഷണം പോയിട്ടില്ല എന്ന് സർക്കാരിനോ CPM-നോ സുരേഷ് കുമാർ എന്ന വ്യക്തിക്ക് ഉറപ്പുണ്ടോ? അതിനു മുമ്പ് നമ്മൾ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഇൻട്രോയിൽ കാണിച്ച ഒരു കാര്യം, ആ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്, അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന വളരെ തെറ്റായിട്ടുള്ള അങ്ങേയറ്റം മോശപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനം നടത്തിയ ആളിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ പ്രസക്തമായ ചോദ്യം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. എന്റെ ഒറ്റ ചോദ്യം കൂടെ ശ്രീ സുരേഷ് കുമാർ, ശബരിമല അയ്യപ്പന്റെ ഒരു തരി പൊന്നു പോലും മോഷണം പോയിട്ടില്ല എന്ന് സർക്കാരിനോ ദേവസ്വം ബോർഡിനോ പാർട്ടിക്കോ താങ്കൾക്കോ ഉറപ്പുണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള രീതികൾ അവിടെ നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സർക്കാർ തന്നെ നേതൃത്വം നൽകുന്ന ദേവസ്വം വിജിലൻസും ജസ്റ്റിസ് KT ശങ്കരനും സമഗ്രമായി അന്വേഷിക്കുന്ന ഒരു വിഷയത്തിൽ മുൻവിധിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുമോ? അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുന്ന ഒരു വിഷയം ആര് വിചാരിച്ചാലും അല്ല, ഞാനത് പറഞ്ഞോട്ടെ, ഞാനത് പറയും. തീർച്ചയായിട്ടും പറയാതെ മറുപടി പറയാതെ പോവില്ല. ഞാൻ അത്രക്കാരൻ. നിങ്ങൾ ആദ്യം പറഞ്ഞ ഒരു ദുരാരോപണം എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ ഇടുത്തി വീഴ്ത്തുന്ന നിലയിലേക്ക് നിങ്ങൾ പറഞ്ഞത് 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ചെമ്പുപാളി ഉൾപ്പെടെയുള്ളത് ഇളക്കിക്കൊണ്ടുപോകുമ്പോൾ അതിനാനുപാതികമായി സ്വർണം നഷ്ടപ്പെട്ടു പോയി എന്ന സാമാന്യ മര്യാദയുള്ള വാർത്ത കൊടുക്കുന്നതിന് പോലും തയ്യാറാകാത്ത ആളുകളാണ് നിങ്ങൾ. ഈ കുപ്രചാരണം ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ അത് സത്യമായി തീരുമെന്ന ഗീബൽസിന്റെ തന്ത്രം ഹൈക്കോടതി കള്ളം പറഞ്ഞു. നോക്കൂ നിഷ, ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ടുകൊണ്ടിരുന്നാൽ എനിക്ക് എന്റെ ചർച്ച മുഴുവിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. നോക്കൂ, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവെന്ന് പറയുന്നത് 2009 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനാണ്. ആ 2009 മുതലുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരട്ടെ. ഹൈക്കോടതി അന്വേഷണം ആരുടെ ഔദാര്യമല്ല, ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് ഇതിലിടപെട്ടതാണ്. അതും കയ്യിന്ന് പോയി. ഇല്ലെങ്കിൽ ഇന്നും ഈ കൊള്ള വെളിയിൽ വരില്ല എന്നുള്ളത്. മിനിമം ശ്രീകോവിലെങ്കിലും സംരക്ഷിക്കാൻ ശേഷിയില്ലാത്തവർ എന്ത് സംഗമം നടത്തിയിട്ട് എന്ത് കാര്യമെന്നുള്ളതാണ്. ജിൻഡോ ജോൺ, ഈ ശബരിമലയിൽ നടന്നത് മോഷണമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ വർത്തമാനത്തിലുള്ള നിലവാര തകർച്ചയെ കുറിച്ച് നേരത്തെ ഇവിടെ ശ്രീ സുരേഷ് കുമാർ സൂചിപ്പിക്കുകയുണ്ടായി. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? നിഷ, ഈ CPM-ന്റെ പ്രതിനിധി സുരേഷ് കുമാർ പ്രതിപക്ഷ നേതാവിന്റെ നിലവാര തകർച്ച അളക്കാനാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ ചർച്ചയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം കട്ടുകടത്തിയ അമ്പലക്കള്ളന്മാർ ആരൊക്കെയാണ് എന്നുള്ള പൊതുജനത്തിന്റെ സംശയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ട് സുരേഷ് കുമാറിന് പരാതിയുണ്ടോ? പരാതി ഉണ്ടെങ്കിൽ ആർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്? ഏത് കേസാണ് എടുത്തിട്ടുള്ളത്? കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി കൈയോടെ പിടിച്ച ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് അവകാശമായിട്ട് പറയുകയാണ് ഞങ്ങളുടെ വലിയ മേന്മ എന്ന്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ട് 40 ദിവസം എടുത്ത് ചെന്നൈയിൽ എത്താൻ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളിയുമായിട്ട് ചെന്നൈക്ക് നടന്നാണ് പോയത്.
ഇക്കാര്യത്തിലൊന്നും യാതൊരു സംശയവും ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ ഇല്ലാതെ പോകുമ്പോഴാണ് ആ കളവിൽ, ആ കൂട്ടുകച്ചവടത്തിൽ, അമ്പലക്കൊള്ള നടത്തിയതിൽ CPM-ന്റെ പിണറായി വിജയൻ സർക്കാരിനും ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. 6 വർഷക്കാലം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് അടയിരുന്നവർ അമ്പലക്കള്ളന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. എന്താ ഉറക്കം വരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ പറയുന്നത്, ശബരിമലയിൽ സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്ന, ശാസ്താവിന് കാണിക്ക കൊടുത്ത സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്നവരെ സംരക്ഷിച്ച് റിപ്പോർട്ട് പൂഴ്ത്തുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് അവിടെ അടിസ്ഥാന വികസനം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇവിടെ ധാരപാലക ശില്പം അടിച്ചുകൊണ്ട് പോയി ശ്രീകോവിലിന്റെ വാതിൽ പൊളിച്ച് കടത്താൻ നോക്കുന്നു. നാളെ ഈ ശബരിമലയുടെ മേൽക്കൂരയും കഴുക്കോലും ഊരി അസ്ഥിവാരം തോണ്ടി ഇവർ ചാക്കിൽ കെട്ടി കടത്തില്ല എന്ന് എന്തുറപ്പാണുള്ളത്? സകല അമ്പലങ്ങളിലും CPM-കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കാവൽ നിൽക്കേണ്ട ഗതികേടാണ് കേരളത്തിലുള്ളത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.